40 വർഷമായി എനിക്ക് ഓരോ നിസ്കാരത്തിന്റെയും ആദ്യത്തെ അല്ലാഹു അക്ബർ എന്ന തക്ബീറത്തുൽ ഇഹ്റാം 40 കൊല്ലമായി പള്ളിയിൽ പോയി നിസ്കരിക്കാൻ എനിക്ക് സാധിച്ചു. 40 കൊല്ലത്തിനിടക്ക് ഒരു തക്ബീറത്തുൽ ഇഹ്റാം പോലും എനിക്ക് നഷ്ടമായില്ല എന്ന് പറയാൻ ധൈര്യം വന്ന സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു. അങ്ങനെയാണ് ഉണ്ടായത്. 40 കൊല്ലം ആലോചിച്ച് നോക്കി. 40 വർഷം ആദ്യത്തെ തക്ബീർ നഷ്ടപ്പെട്ടിട്ടില്ല, ജമാഅത്ത് കിട്ടിയിട്ടില്ല എന്നല്ല, ആദ്യത്തെ ഇമാം അല്ലാഹു അക്ബർ എന്ന് ചൊല്ലുമ്പോൾ ഇമാമിന്റെ കൂടെ ഞാനുണ്ട് 40 കൊല്ലമായി. ഇതൊക്കെ പറയണമെങ്കിൽ ധൈര്യം തന്നെ വേണം അല്ലേ? 40 കൊല്ലം. ഇബ്രാഹിം തൈമി തങ്ങൾ അതുകൊണ്ട് പറഞ്ഞത്, ഏതെങ്കിലും മനുഷ്യൻ നിസ്കരിക്കാൻ പോകുമ്പോ നാട്ടിലുള്ള ഒരാൾ, യാത്രക്കാരനല്ല, നിസ്കരിക്കാൻ പള്ളിയിൽ ചെന്ന് നിസ്കരിക്കാൻ സൗകര്യമുള്ള ഒരാൾ തക്ബീറത്തുൽ ഇഹ്റാമിലേക്ക് എത്താതെ നിസ്കാരം പിന്തിക്കുകയാണെങ്കിൽ ആ മനുഷ്യന്റെ കാര്യം അങ്ങ് കുടഞ്ഞുകള, അയാളങ്ങ് വിട്ടേക്ക്, ഒരു കാര്യവുമില്ല. തൊട്ടടുത്ത പള്ളി ഉണ്ടായിരിക്കെ, നിസ്കരിക്കാൻ സൗകര്യമുണ്ടായിരിക്കെ, അല്ലാഹു അക്ബർ എന്ന് ഈ ഉമ്മത്തിന്റെ പ്രതിനിധിമാർ വാങ്കുലി മുഴക്കിക്കൊണ്ടിരിക്കെ തക്ബീറത്തുൽ ഇഹ്റാമിലേക്ക് ചെല്ലാൻ ഒരു മനുഷ്യന് കഴിഞ്ഞിട്ടില്ലെങ്കിൽ ആ മനുഷ്യനെ ഒന്നിനും കൊള്ളില്ല എന്ന് പറഞ്ഞ ഇബ്രാഹിം തൈമി റളിയല്ലാഹു അൻഹു. അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഇബ്രാഹിം തൈമി വന്നാൽ നമ്മളൊക്കെ ആരെങ്കിലും മൈൻഡ് ചെയ്യോ? അവര് നമ്മളിൽ ആരെ മൈൻഡ് ചെയ്യും? ഇബ്രാഹിം തൈമി റളിയല്ലാഹു അൻഹു വലിയൊരു മഹാനാണ്. വലിയൊരു വേറെ ചരിത്രമുണ്ട് ഇബ്രാഹിം തൈമി തങ്ങളെ. ഹജ്ജാജ് ഇബ്നു യൂസുഫ് ഇബ്രാഹിം നഖഇയെ പിടിക്കാൻ വേണ്ടി ആളെ പറഞ്ഞയച്ചു. അവര് രണ്ടുപേരും സമകാലികരാണ്. ഇബ്രാഹിം നഖഇ റളിയല്ലാഹു അൻഹു പ്രഗത്ഭനായ പണ്ഡിതനാണ്. പക്ഷെ ഹജ്ജാജ് ഇബ്നു യൂസുഫ്, നമ്മൾ നേരത്തെ പറഞ്ഞ കൊലയാളിയായ ഹജ്ജാജ്, മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പറയായിരുന്നു, ഓരോ സമൂഹവും അതത് സമൂഹങ്ങളിലെ സർവ്വ ദുഷ്ടന്മാരെയും ഹാജരാക്കുകയും ഈ ഉമ്മത്ത് ഹജ്ജാജ് ഇബ്നു യൂസുഫിനെ മാത്രം ഹാജരാക്കിയാൽ എല്ലാ സമുദായങ്ങളിലും വന്ന ദുഷ്ടന്മാരെയൊക്കെ മറികടന്ന് മേലെയെത്താൻ പറ്റിയ ദുഷ്ടനാണ് ഹജ്ജാജ് ഇബ്നു യൂസുഫ് എന്ന് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. അങ്ങനത്തെ ദുഷ്ടനാണ് ഇബ്രാഹിം നഖഇയെ കൊല്ലാൻ വേണ്ടി തീരുമാനിച്ച് പോലീസുകാരെ പറഞ്ഞയച്ചു വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവരാൻ. പോലീസുകാർക്ക് ആളെ മനസ്സിലായില്ല. അവര് ഇബ്രാഹിം തൈമിയുടെ വീട്ടിലേക്കാണ് വന്നത്, ഈ പറഞ്ഞ മഹാന്റെ വീട്ടിലേക്ക്. ഇബ്രാഹിമാണോ? അതെ. ഹജ്ജാജ് വിളിക്കുന്നുണ്ട്, എന്നാ ഇപ്പൊ വരാ. നേരെ കുട്ടികൾ, മക്കളെ വാപ്പ പോവാണ് കേട്ടോ, വാപ്പാനെ കൊല്ലാൻ കൊണ്ടുപോവാണ്, വാപ്പയും മക്കളിനെ കാണില്ല എന്ന് പറഞ്ഞ് മക്കളോടൊക്കെ സലാം പറഞ്ഞ് ഇബ്രാഹിം തൈമി തങ്ങൾ പോലീസുകാരുടെ കൂടെ പോയി. ഇബ്രാഹിം തൈമിക്ക് പറയാം, പിന്നെ നിങ്ങൾ ഉദ്ദേശിച്ചത് ഇബ്രാഹിം നഖഇ അല്ലേ? അത് ഞാനല്ല, ഞാൻ ഇബ്രാഹിം തൈമിയാണ്. ഇത് പറഞ്ഞ് രക്ഷപ്പെടാൻ പറ്റുമായിരുന്നു. പക്ഷേ ആ മഹാൻ ചിന്തിച്ചു, എന്നെക്കാളും സ്ഥാനമുള്ള ആളാണല്ലോ ഇബ്രാഹിം നഖഇ, ഞാൻ മരിച്ചാലും ആ മഹാൻ ഉപദ്രവം വരരുത്, ഞാൻ തന്നെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളെന്ന് പറഞ്ഞ് നിരപരാധിയായ ഇബ്രാഹിം തൈമി ആത്മീയ ബന്ധത്തിന്റെ പേരിൽ തന്റെ കൂട്ടുകാരനായ ഇബ്രാഹിം നഖഇയെ ഒറ്റുകൊടുക്കാൻ അയക്കാതെ ഹജ്ജാജിന്റെ ക്രൂരതയാൽ കൊല്ലപ്പെട്ട മഹാനാണ് ഇബ്രാഹിം തൈമി റളിയല്ലാഹു അൻഹു. ഇന്ന് പാരവെക്കണ കാലാണ് അല്ലേ? പാരവെക്കണ കാലാണ്. വെറുതെ ഒരാൾ അന്വേഷിച്ചു വന്ന ഒരു മനുഷ്യനെ കൊടുക്കുന്ന കാലമാണ്. ഇബ്രാഹിം തൈമി സ്വന്തം കൂട്ടുകാരന്റെ ജീവൻ കൊടുത്ത് രക്ഷപ്പെടുത്തിയ പണ്ഡിതനാണ് ഇബ്രാഹിം തൈമി റളിയല്ലാഹു അൻഹു. അവര് പറയാ, അല്ലാഹു അക്ബർ എന്ന ആദ്യത്തെ തക്ബീറത്തുൽ ഇഹ്റാമിന് ഒരു മനുഷ്യന് എത്താൻ പറ്റുന്നില്ലെങ്കിൽ, അവന് സൗകര്യം ഉണ്ടായിരിക്കെ, അവനതിന് ഉന്മേഷമില്ലെങ്കിൽ വിട്ടുകളാ, നെവർ മൈൻഡ്, അതൊന്നും പറ്റാത്ത ആളാണ്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് ഓരോ ദിവസവും എഴുന്നേൽക്കുന്ന നേരത്ത് ശരീരത്തോട് പറയുക, ശരീരമേ, എത്രയോ നന്മകൾ ചെയ്യാനുള്ള ഒരു അവസരം അല്ലാഹു നൽകിയിരിക്കുന്നു. എത്ര നന്മകൾ! ഒരു ദിവസം നേരം പുലരുന്നത് എത്ര അത്ഭുതമാണ്. ഇന്ന് രാത്രിയാണ്, നാളെ 6 മണിയാകുമ്പോഴോ 6:30 മണിയാകുമ്പോഴോ സൂര്യൻ ഉദിക്കും എന്ന് നമ്മൾ പ്രതീക്ഷിച്ച് കിടന്നുറങ്ങാൻ. ഉദിച്ചില്ല എന്ന് വിചാരിക്കുക. ഏത് സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തിയിട്ട് സൂര്യൻ ഉദിക്കും? ആർക്കത് കൊണ്ടുവരാൻ കഴിയും? അല്ലാഹുവിനല്ലാതെ. സൂര്യൻ ഉദിക്കുന്നതും അസ്തമിക്കുന്നതും അത് സാധാരണ കാര്യല്ലേ? അതൊരു വലിയ സംഭവല്ലേ? വല്ലൈലി ഇദാ യഗ്ഷാ, നമ്മൾ ആലോചിക്കാറുണ്ടോ? വന്നഹാരി ഇദാ തജല്ല, നിങ്ങൾക്ക് വെളിച്ചമുള്ള രാവ്. നമ്മളിപ്പോ എത്ര ലൈറ്റ് ഇട്ടു ഈ ഗ്രൗണ്ടിൽ? സൂര്യപ്രകാശം നാളെ നേരം പുലർന്നാൽ എല്ലാ മാളങ്ങളിലും പൊത്തുകളിലും വരെ വെളിച്ചം വരും. നമ്മൾ എത്ര ലൈറ്റ് ഇട്ടാലും അങ്ങോട്ട് എത്തുവോ?
കത്തില്ല. അള്ളാന്റെ വെളിച്ചം നഷ്ടപ്പെട്ടാൽ മനുഷ്യൻ അവന്റെ കഴിവനുസരിച്ച് വെളിച്ചം കത്തിച്ചു വെക്കും. പക്ഷേ അത് അള്ളാഹുവിന്റെ വെളിച്ചത്തോളം എത്തുന്നില്ല. ഓരോ രാവും പകലും അള്ളാഹു തരുന്ന അവസരമാണ്. ചെയ്തോ കേട്ടോ, ഇന്നിന്റെ ജീവൻ ഞാൻ പിടിച്ചിട്ടില്ല, ഇന്ന് മഗ്‌രിബിന് മുമ്പ് പോയേക്കും, അതുകൊണ്ട് പരമാവധി ചെയ്തോ. കഴിഞ്ഞുപോയ ജീവിതത്തിൽ നിന്ന് ആ തെറ്റുകളിൽ നിന്ന് മാപ്പ് ചെയ്ത് മടങ്ങിക്കോ. അള്ളാഹു അവസരം തരികയാണ്. നേരം പുലരുന്നത് എന്തൊരു അത്ഭുതമാണ്, രാത്രി എന്തൊരു അത്ഭുതമാണ്, ദിവസങ്ങൾ മാറി മറിയുന്നത്, മാസങ്ങൾ മറിയുന്നത്, വർഷങ്ങൾ മാറി മാറി വരുന്നത് എന്തൊരു അത്ഭുതമാണ്. ഈ അത്ഭുതത്തിലൊക്കെ നഫ്സേ, ശരീരമേ, അധ്വാനിച്ചു കേട്ടോ. അധ്വാനിക്കുന്നവരൊക്കെ അധ്വാനിച്ചു, നീ പിന്നിലായി പോകും. നാളെ എല്ലാവരും സ്വർഗത്തിലേക്ക് ഓടുമ്പോ ഓടാൻ കാലുകൊണ്ട് ഓടാൻ കഴിയാതെ മസിൽ കയറിയിട്ടെ കാല് നിലത്ത് വെക്കാൻ പറ്റാതെ തളർന്നു പോകുന്നൊരു രംഗം വരും. ഇബാദത്തും നന്മയും ഇല്ലാത്തതിന്റെ പേരിൽ അധ്വാനിച്ചു ശരീരമേ എന്ന് പറയുന്ന ഒരു നാൾ. അങ്ങനെ ആയിരിക്കട്ടെ നമ്മുടെ ദിവസങ്ങൾ. മഹാനായ ഹബീബായ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരനും ആയിരക്കണക്കിന് ഹദീസുകൾ നമുക്ക് പറഞ്ഞു തന്ന മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഓരോ ദിവസവും യബ്ദഉ അബൂ ഹുറൈറ ബിത്തസ്ബീഹി 12000 തസ്ബീഹ. 12000 സുബ്ഹാനല്ലാഹ് എന്ന് ഓരോ ദിവസവും ചൊല്ലും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. എത്ര? 12000 സുബ്ഹാനല്ലാഹ്. എന്നിട്ട് എന്താ പറയുന്നറിയോ? ഞാൻ 12000 തെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, എന്റെ തിന്മക്ക് കണക്കാക്കിയിട്ടാണ് ഞാൻ ഈ ചൊല്ലുന്നത് എന്ന് പാപങ്ങൾ വളരെ കുറഞ്ഞു പോയ ഹബീബിന്റെ വെളിച്ചം കിട്ടിയ സ്വഹാബികളിൽ പ്രഗത്ഭനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. മഹാനായ അബൂ ഹുറൈറ തങ്ങൾ കൊണ്ടുവന്ന ഹദീസുകളൊക്കെ മാറ്റിവെച്ചാൽ അബൂ ഹുറൈറ തങ്ങൾ കൊള്ളില്ല, പറ്റാത്തവരാണെന്ന് മഹാനായ സ്വഹാബിയെ പറ്റി അപരാധം പറഞ്ഞ ആളുകളെപ്പോലും മയ്യത്ത് നിസ്കരിക്കാൻ പോലും കിട്ടാത്ത വിധത്തിൽ അള്ളാഹു നശിപ്പിച്ചു കളഞ്ഞത് ആ സ്വഹാബിയെ കൊണ്ടാണ് ദീൻ അള്ളാഹു സ്ഥാപിച്ചിട്ടുള്ളത്. ദീനിന്റെ അഹ്കാമുകളിൽ കോടാനുകോടി അഹ്കാമുകൾ ഇസ്തിംബാത്ത് ചെയ്യാൻ പറ്റുന്ന ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തത് ആരാണ്? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. എന്നിട്ട് ഒരു ദിവസം 12,000 times 12000 തവണയാണ് സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. രാവിലെയായി രാത്രിയാകുമ്പോഴേക്കും 12000 തസ്ബീഹ് ചൊല്ലും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. ഞാൻ അത്രയൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, അതിന് പകരം ഞാൻ നന്മ ചെയ്യട്ടെ. യാ അല്ലാഹ്, യാ അല്ലാഹ്, എത്ര തിന്മ ചെയ്തതിന് പകരം നമുക്ക് പ്രായശ്ചിത്തം ചെയ്യാൻ കഴിയണം. തിന്മകൾക്ക് പകരം പ്രായശ്ചിത്തം ചെയ്യാൻ കഴിയണ്ടേ? അല്ലാഹു നമ്മളെയൊക്കെ സഹായിക്കട്ടെ. അല്ലാഹു നമ്മെ സഹായിക്കട്ടെ. മഹാനായ റസൂലുള്ളാഹി തങ്ങളുടെ സ്വഹാബിയുടെ ഈ ചര്യ പിൻപറ്റിയ മഹദിയാണ് പെണ്ണുങ്ങൾക്ക് മാതൃകയായ റാബിഅ ബിൻതു ഇസ്മാഈൽ അശ്ശാമിയ റളിയല്ലാഹു അൻഹാ. റാബിഅ ബീവി ബിൻതു ഇസ്മാഈൽ അശ്ശാമിയ, ശാമ കണ്ട പ്രഗൽഭയായ മഹദിയായ റാബിഅ റളിയല്ലാഹു അൻഹാ തൻ സ്വന്തം ഭർത്താവിന് തസ്ബീഹ് ചൊല്ലി ഉണ്ടാക്കുന്ന ഭക്ഷണം, അടുക്കളയിൽ തസ്ബീഹ് ചൊല്ലിയിട്ട ഭക്ഷണം ഉണ്ടാക്കുക. പെണ്ണുങ്ങൾ അധികം ചെലവഴിക്കുന്ന സമയം, അവരിടപെടുന്ന സ്ഥലം, നല്ല വാക്കുകൾ, നല്ലത് കേൾക്കുക, ഒരു വഅദ് കേട്ടുകൊണ്ട്, ശുദ്ധ ഖുർആൻ കേട്ടുകൊണ്ട് അങ്ങനെയൊക്കെ ചെലവഴിക്കാലോ. ഉള്ള സമയം നമ്മൾ കഴിഞ്ഞുപോയ കാലഘട്ടത്തിൽ ചെയ്തു വെച്ചതിനൊക്കെ പ്രായശ്ചിത്തം ചെയ്യാൻ അങ്ങ് ഒരുങ്ങിയേക്കണം. അല്ലെങ്കിൽ നമ്മുടെ കാര്യം വളരെ വിഷമമാണ്. നാളെ രക്ഷപ്പെടാൻ പ്രയാസമായിരിക്കും. അല്ലാഹു നമ്മയൊക്കെ രക്ഷപ്പെടുത്തി തരട്ടെ. നിസ്കാരം കഴിഞ്ഞ് അടുക്കള ജോലി ചെയ്യുന്ന സമയം മുഴുവനും ആ ഭക്ഷണം പാകമായി വരുന്ന സമയം വരെ തസ്ബീഹ് ചൊല്ലുന്ന റാബിഅ റളിയല്ലാഹു അൻഹ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ കൂടെ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോ, ഭർത്താവാണെങ്കിലോ അഹ്മദ് ബിൻ ഹംബൽ തങ്ങളുടെ ശിഷ്യനാണ്. ആ ഭർത്താവിന്റെ കൂടെ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോ, ഭർത്താവേ യാ സയ്യിദി, എന്റെ നേതാവായവരെ, അങ്ങനെ ഭർത്താവിനെ വിളിക്കാം. കഴിച്ചോളൂ, ഈ ഭക്ഷണം പാകമാകുന്നവരെ തസ്ബീഹ് ഞാൻ ചൊല്ലിയിട്ടുണ്ട് കേട്ടോ, തസ്ബീഹിനാൽ പാകമായ ഭക്ഷണമാണിത്, കഴിച്ചോളൂ. ഗീബത്തും നമീമത്തും പറഞ്ഞുണ്ടാക്കുന്ന ബിരിയാണിയാണെങ്കിൽ വയറ്റിന് അസുഖം വരികയാണ് അല്ലേ? നമ്മൾ തസ്ബീഹ് ചൊല്ലി അള്ളാഹുവിന് ഇഷ്ടമുള്ളത് ചൊല്ലിയും പറഞ്ഞും ഉണ്ടാക്കുന്ന ഭക്ഷണത്തിൽ അതിനൊരു മധുരമുണ്ട്. സുബ്ഹാനല്ലാഹ്. മുൻഗാമികളായ ആളുകളോടൊക്കെ എന്റെ കുട്ടികൾ നന്നാവണം ഉസ്താദേ, നിങ്ങൾ ദുആ ഇറക്കണം എന്ന് പറഞ്ഞാൽ ഷാമിന്റെ ഭാഗങ്ങളിൽ കഴിഞ്ഞുപോയ, ഫലസ്തീനിന്റെ ഭാഗങ്ങളിൽ കഴിഞ്ഞുപോയ ആലിമീങ്ങൾ ഉപദേശിക്കുമത്രേ, നിങ്ങളെ കുട്ടിക്ക് കൊടുക്കുന്ന പാലിലേക്ക് പരിശുദ്ധമായ സൂറത്ത് യാസീൻ ഊതിയിട്ട് കൊടുക്കിൻ.
അള്ളാഹുവിന്റെ കലാം ഓതിയ ഭക്ഷണം നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ കൊടുക്കിൻ, മക്കള് സ്വാലിഹീങ്ങളാകുന്നു. സുബ്ഹാനല്ലാഹ്. യാ സയ്യിദി യാ സയ്യിദി, എന്റെ ഭർത്താവേ കഴിച്ചോളൂ, ഇത് തസ്ബീഹ് ചൊല്ലി ഉണ്ടാക്കിയ ഭക്ഷണമാണ്. ആ ഭക്ഷണം കഴിക്കുമ്പോ റാബിഅ റളിയല്ലാഹു അൻഹ പണ്ഡിതയാണ്, ഭർത്താവിനെ ഇങ്ങനെ ഉപദേശിച്ചു കൊണ്ടിരിക്കും. അള്ളാഹുവിന്റെ സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കും, അള്ളാഹുവിന്റെ നരകത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കും, നാളെ പരലോകത്ത് വന്നാൽ ഉണ്ടാകുന്ന അവസ്ഥയെക്കുറിച്ച് അറിഞ്ഞത് പഠിച്ചത്. ഒരു വാത് കേട്ടു, ഭർത്താവിന് പറഞ്ഞു കൊടുക്കുക. ഭർത്താക്കന്മാർക്കൊന്നും കേൾക്കാൻ നേരം ഉണ്ടാവില്ല. ചിലപ്പോ പെണ്ണുങ്ങൾ വീട്ടിൽ നിന്ന് വാത് കേൾക്കുന്നു, അൽഹംദുലില്ലാ. കേട്ടത് മക്കൾക്ക് പറഞ്ഞു കൊടുക്കാം. ഭർത്താവിനോട് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ കേട്ടു ഒരു കാര്യം, ഇങ്ങനൊരു പുതിയ കാര്യം ഞാൻ പഠിച്ചു, അറിയിച്ചു കൊടുക്കാം. ഇത് പറയുമ്പോ ഭർത്താവ് ചിലപ്പോ പറയും, റാബിഅ ഈ ചോറ് ഇങ്ങോട്ട് ഇറങ്ങിക്കോട്ടെ, നീ നരകവും സ്വർഗവും പറഞ്ഞിട്ട് ഭക്ഷണം ഇറങ്ങണില്ല കേട്ടോ എന്ന് ചില നേരത്ത് പറയുമ്പോ റാബിഅ റളിയല്ലാഹു അൻഹ മഹദിയായ പെണ്ണ് പറയും. അങ്ങനെയാണല്ലോ ഭർത്താക്കന്മാര്. ആ മഹാൻ മോശക്കാരനായത് കൊണ്ടല്ല, അത് ഒരിക്കൽ പറഞ്ഞ സംഭവമാണ്. സാധാരണഗതിയിൽ ഭർത്താക്കന്മാരെന്ന് ഇനി എന്ത് വലിയ പണ്ഡിതയല്ലോ, നീ എന്നാ വലിയ മൂലയിരിച്ചയായത്, നീ ഉണ്ടായിരുന്നേ എന്ന് പറയും. അത് നിരുത്സാഹപ്പെടുത്തലാണ്. അങ്ങനെയല്ല, നമ്മുടെ പെണ്ണുങ്ങളൊക്കെ വഴിവിട്ട് ജീവിക്കുന്ന അവസ്ഥയാണെങ്കിൽ ദുനിയാവിൽ എന്ത് സമാധാനം ഉണ്ടാവുക? നമ്മുടെ പെണ്ണുങ്ങളൊക്കെ കണ്ടവരുടെ കൂടെ ഒക്കെ നടക്കുകയാണ്, പാതിരാത്രി കയറി വരികയാണ്, ബെല്ലടിച്ചിട്ട് കടന്നു വരുന്നു, ഓളോളെ റൂമിലേക്ക് പോകുന്നു, ഭർത്താവിന്റെ റൂമിൽ. ഇന്ന് അഭിനവ സംസ്കാരമൊക്കെ അങ്ങനെയാണ്. നമ്മുടെ പെണ്ണുങ്ങളൊന്നും അങ്ങനെ ആവാതെ നല്ല സദവൃദ്ധകളായ നല്ല പെൺകുട്ടികളായി അച്ചടക്കമുള്ള ഉമ്മമാരായി ഭാര്യമാരായി സഹോദരിമാരായി നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്നത് വലിയൊരു അനുഗ്രഹമല്ലേ? അതൊക്കെ താറുമാറായാൽ എവിടുന്ന് കിട്ടും? അതുകൊണ്ട് നന്മയെ പരിപോഷിപ്പിക്കുക, വെള്ളവും വളവും കൊടുത്ത് അതിനെ ഉയർത്തിക്കൊണ്ടുവരെ. മുളയിലെ നുള്ളിക്കളയണ്ട, എന്ത് ചെയ്യണ്ട, നശിപ്പിച്ചു കളയണ്ട. അവര് വളരട്ടെ, പഠിക്കട്ടെ, നന്മ പ്രോത്സാഹിപ്പിക്കുക. ഓ, നീ ഒരു നല്ല കാര്യം പഠിച്ചല്ലേ, അൽഹംദുലില്ലാ. ഇൽമുള്ള ഒരു ഉമ്മയിൽ നിന്ന് എന്റെ മക്കൾക്ക് ഇൽമു കിട്ടുമല്ലോ, നീ ഒരു നല്ല ഭാര്യയാണ്, നല്ലൊരു ഉമ്മയാണ്. ഭർത്താവ് അങ്ങനെയാ പറഞ്ഞു കൊടുക്കേണ്ടത്, നിരുത്സാഹപ്പെടുത്തരുത്. ഇൻഷാ അല്ലാഹ്. നിരുത്സാഹപ്പെടുത്തുന്ന ഒരു കൈപ്പൊക്കിയാട്ടെ. ആരോ ഒരാൾ മറന്നിട്ട് കൈയ്യാണ് പൊന്തി ഇല്ലല്ലോ. അപ്പോ അങ്ങനെ നിരുത്സാഹപ്പെടുത്തരുത്, നിരുത്സാഹപ്പെടുത്താൻ പാടില്ല. റാബിഅ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഭർത്താവേ ദഅനാ ലസ്തു അന വഅൻത മിമ്മൻ യൻഗസ്സു അലൈഹിൽ ഐശു ബിദിക്രിൽ ആഖിറഹ്. ഭർത്താവേ, പരലോകത്തിന്റെ വിഷയം പറഞ്ഞാൽ, എന്റെയും നിങ്ങളുടെയും ആഖിറത്തിന്റെ വിഷയം പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന് എന്ത് പ്രയാസം വരാനാണ്? ഭക്ഷണം കഴിക്കുമ്പോഴല്ലേ പറഞ്ഞു കൊടുക്കാൻ പറ്റൂ. ഭക്ഷണം കഴിക്കുമ്പോൾ വർത്താനം പറയരുതെന്നാ, പക്ഷെ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം എന്ന് ഉലമാവ് പറയും. നല്ല കാര്യം പറഞ്ഞു കൊടുക്കി, അംബിയാഇന്റെ ചരിത്രം, ഹദീസ് പറഞ്ഞു കൊടുക്കി, നല്ല സംസാരങ്ങൾ. അനാവശ്യമായ വർത്താനങ്ങളൊക്കെ പറയും. ഒരാൾ സലാം പറഞ്ഞ ഭക്ഷണം കഴിക്കുന്നതോട് സലാം പറയാൻ പാടില്ല എന്നറിയില്ലേ? എന്റെ പൊന്നു സഹോദര, എന്നാ പിന്നെ ബാക്കി വർത്താനം മിണ്ടാൻ പാടില്ല. അതൊക്കെ പറയുന്നോട് സലാം പറഞ്ഞാൽ നല്ലതല്ലേ? നല്ല വാക്കല്ലേ സലാം? എല്ലാ രാഷ്ട്രീയം പറയുന്നുണ്ട്, എല്ലാ വർത്താനം പറയുന്നു, സലാം അതിന് മറുപടി പറയാൻ പറ്റൂല. അങ്ങനെ പറയല്ലേ. നിങ്ങളൊന്നും മിണ്ടാതിരിക്കാൻ, എന്നാ പിന്നെ നിങ്ങളോട് സലാം പറയണ്ട, അവിടെ വന്നിരുന്നാ മതി. പക്ഷേ നിങ്ങൾ ഏതോ വർത്താനം പറഞ്ഞിരിക്കുകയാണ്. അള്ളാന്റെ രക്ഷ ഉണ്ടാകട്ടെ മക്കളെ എന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. ഭക്ഷണം കഴിക്കുമ്പോൾ മക്കളോടൊപ്പം ഭാര്യയും ഭർത്താവും കുട്ടികളും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക, എന്നിട്ട് അവർക്ക് നല്ലതിങ്ങനെ പറഞ്ഞു കൊടുക്കുക. ഭക്ഷണം കഴിക്കുമ്പോൾ എഴുന്നേറ്റ് ഓടൂലല്ലോ. അല്ലെങ്കിൽ കുട്ടിയെ കേൾക്കുന്ന പറഞ്ഞ് വാപ്പ വേദം പറഞ്ഞാൽ കുട്ടി അവിടെ നിന്ന് ഓടിപ്പോവും ഇല്ലേ? ഏതെങ്കിലും കുട്ടികൾ ഇരുന്ന് കേൾക്കുവോ? അവർ കളിക്കുന്നൊരു മൂഡിലാണ്, അല്ലെങ്കിൽ സ്കൂളിലേക്ക് പോകുന്ന തിരക്കിലാണ്, സ്കൂളിൽ നിന്ന് വിട്ടുവന്ന സമയമാണ്, കിട്ടൂല. ഓടാതിരിക്കണേ ഒന്നുകിൽ 2-4 ഡോർ അടച്ചിട്ട് കാറിന്റെ ഉള്ളിൽ കിട്ടണം, അല്ലെങ്കിൽ തീന്മേശയുടെ മുമ്പിൽ. ഇപ്പോഴാണ് അവർ ഓടാണ്ടിരിക്കുള്ളൂ, അപ്പോഴല്ലേ പറഞ്ഞു കൊടുത്താൽ കേൾക്കുള്ളൂ. ഭക്ഷണം തീരുന്നവരെങ്കിലും കേൾക്കൂലേ? അതുകൊണ്ട് ഉലമാ പറയും, തീന്മേശയിൽ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. മഹാനായ എത്തിപ്പറ്റ ഉസ്താദ് അവറുകൾ ഭക്ഷണം കഴിക്കുമ്പോ ആ ഭക്ഷണത്തിന്റെ ആദാബുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഭക്ഷണം താഴെ വീഴാൻ പാടില്ല, ഭക്ഷണത്തിന്റെ നടുവിൽ ബർക്കത്തിറങ്ങും, ഓരോരുത്തരും അവനവന്റെ മുമ്പ് എടുത്തിട്ട് കഴിക്കുക, ഭക്ഷണത്തെ കുറ്റം പറയരുത്. വിധങ്ങൾ പറഞ്ഞ ഹദീത്തുകൾ ഇങ്ങനെ പറഞ്ഞൊരു മഹാനായ എത്തിപ്പറ്റ ഉസ്താദ് അവറുകൾ. അള്ളാഹു ആഫിയത്തും സലാമത്തും അള്ളാഹു വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. അങ്ങനെ ആകുമ്പോ ഒരുപാട് നന്മകൾ നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാനും എത്തിച്ചു കൊടുക്കാനും കഴിയും.